സമയമില്ലാതെ എങ്ങനെ ഒരു സ്കില്ല് പഠിക്കാം എന്നുള്ളതായിരുന്നു. സമയമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ബേസിക്കലി സ്റ്റുഡൻസ് ആയിരിക്കും, അപ്പോൾ ബേസിക്കലി സമയങ്ങളുണ്ടാവില്ല, നമുക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ ഞങ്ങൾ ഫേസ് ചെയ്തൊരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങളൊരു സംശയം അല്ലെങ്കിൽ നമുക്കൊരു എറർ വന്നു, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ കുറവായിരുന്നു. ഒരാളിപ്പോൾ ജോലി വേണമെന്ന് പറഞ്ഞു വന്നാൽ പോലും നമ്മൾ മെയിൻലി ട്രെയിൻ ചെയ്യുന്ന ഒരു ഫ്രീലാൻസർ ആക്കാനാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് പഠിച്ചു വന്നപ്പോഴത്തേക്കുമാണ് എന്ത് ചെയ്തത്, ഒരു ഫ്രീലാൻസറിന് കിട്ടുന്ന ഒരു പവർ എന്താണെന്ന് മനസ്സിലായി. ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയാണ്, സ്റ്റുഡൻറ്റിന് എങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റും ഓവർ ബേർഡൻ ആക്കാണ്ട്. അപ്പോൾ ഓവർ ബേർഡൻ ആവുകയും ചെയ്യരുത്, എന്നാൽ അയാൾക്ക് പൈസ ഉണ്ടാക്കാനും പറ്റണം, എന്നൊരു സ്കില്ല് ഉണ്ടാവുകയും ചെയ്യണം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ആക്കി കിട്ടുമല്ലോ. ഞങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് തന്നെ റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു വെബ് ഡെവലപ്മെന്റ് പഠിച്ചുകൊണ്ടുള്ള ഒരു കോൺസിക്വൻസ് ആവാനും സാധ്യതയുണ്ട്. വെൽക്കം ബാക്ക്. ഫ്രീലാൻസിങ് ടു പ്ലേസ്മെൻറ്റ് എന്നൊരു ക്രിയേറ്റീവ് ഐഡിയ ഡെലിവർ ചെയ്യുന്ന നോട്ട് ടൈം എന്ന സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടേഴ്സാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്, റിൻഷാദ് ആൻഡ് റിഷാദ്. ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ് ഒരു സ്റ്റുഡൻറ്റിന് ഇൻറ്റേൺഷിപ്പ് സെക്യൂർ ചെയ്യാനും അതോടൊപ്പം സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും ഫ്രീലാൻസ് ഗിഗ് എങ്ങനെ കിട്ടുന്നു, അലോങ് വിത്ത് ഓൾ ഓഫ് ദിസ് ഈ സ്കിൽസൊക്കെ കൊണ്ട് എങ്ങനെ നമുക്ക് പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യാമെന്നാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. Welcome to my podcast. Thank you. Again, welcome to my podcast. നോട്ട് ടൈം എന്ന് പറഞ്ഞൊരു പേര് തന്നെ ഒരു ഡിഫറെൻ്റ് ആണ് കമ്പയർഡ് ടു അതേഴ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ പേരിൻ്റെ കഥ കേൾക്കാം. സോ വാട്ട് വാസ് ദാറ്റ്? ഓക്കെ, ബേസിക്കലി നമ്മൾ നോട്ട് ടൈം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വരുന്നതെന്ന് വെച്ചാൽ സമയമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ബേസിക്കലി ഉണ്ടായിരുന്ന മെയിനായിട്ടുള്ള ഒരു എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമില്ലാതെ എങ്ങനെ ഒരു സ്കില്ല് പഠിക്കാം എന്നുള്ളതായിരുന്നു. സമയമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ബേസിക്കലി സ്റ്റുഡൻസ് ആയിരിക്കും, അപ്പോൾ ബേസിക്കലി സമയങ്ങളുണ്ടാവില്ല, നമുക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു സമയം വരുമ്പോഴത്തേക്കും എങ്ങനെ ഇത് പഠിച്ചെടുക്കാം, പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, കുറേ സാധനങ്ങൾ പഠിക്കുന്നതിന് വരെ വളരെ കൺസൈസ് ആയിട്ട് എങ്ങനെ ഒരു സാധനത്തിലേക്ക് പെട്ടെന്ന് എത്താം എന്നുള്ളതായിരുന്നു നമ്മൾ മെയിനായിട്ട് നോക്കിയത്. ഇപ്പോൾ താങ്കളിപ്പോൾ സ്റ്റാർട്ടപ്പിലേക്ക്, ഐ മീൻ യു ആർ ആൻ ഓൺടർപ്രനർ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ആസ് എ സ്റ്റുഡൻറ്റ് യു ആർ എ സ്റ്റുഡൻറ്റ് ആൻഡ് ഐ മീൻ സ്റ്റിൽ വി ആർ ലേണിംഗ്, റൈറ്റ്? അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? ഇപ്പോൾ സെക്കൻഡ് ഇയറിലാണ് ഞങ്ങളുടെ സ്റ്റാർട്ടായത്. ജസ്റ്റ് ഒരു ഞങ്ങളുടെ പ്രൊജക്റ്റിൽ നിന്ന് സ്റ്റാർട്ടായ സ്കില്ലാണ്. ഞങ്ങളാണ് ആദ്യം ഒരു വെബ് ഡെവലപ്മെൻറ്റ് എന്നുള്ള സ്കില്ല് ഞങ്ങൾ ആദ്യം ലേൺ ചെയ്തെടുത്തു. എന്നിട്ടത് ഹാക്കത്തോൺ അറ്റൻഡ് ചെയ്തു, അവിടെ പ്രൈസ് കിട്ടി. സോ ഈസി ടു ലേൺ ആയിരുന്നു ഞങ്ങൾക്ക് ആ പാത്ത്. പക്ഷെ അവിടെ ഞങ്ങൾ ഫേസ് ചെയ്തൊരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങളൊരു സംശയം അല്ലെങ്കിൽ നമുക്കൊരു എറർ വന്നു, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ കുറവായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയില്ല. കോഴ്സ് കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സെൽഫ് ലേൺ ആയിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു പവർഫുൾ ടൂൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സെൽഫ് ലേൺ ആണ്. സ്റ്റിൽ ഞങ്ങൾ ലേണിംഗ് തന്നെയാണ് ഞങ്ങൾ പറയും. സോ ഞങ്ങൾ ആ ഒരു പ്രോബ്ലം ഫൈൻഡ് ചെയ്തിട്ട് നമുക്ക് കോളേജ് ടൈമിൽ തന്നെ നമുക്കൊരു സ്കില്ല് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടെ ഈസി ടു സ്റ്റാർട്ട് എന്ന് തോന്നി. സോ അതിലെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഐഡിയ. സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ എന്ത് ചെയ്തു, സെക്കൻഡ് സ്റ്റുഡൻസ് അല്ലേ, അപ്പോൾ ഞങ്ങളും കുറച്ച് സ്റ്റുഡൻസിനെ എല്ലാം കൂട്ടി അവരെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഫ്രീ ടൂളായിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ കണ്ടൻസ് എല്ലാം അറേഞ്ച് ചെയ്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓൺ കണ്ടൻസ് അല്ല, നമുക്ക് റോഡ് മാപ്പ് അറിയാലോ എന്തൊക്കെ പഠിച്ചാൽ എങ്ങനെയൊക്കെ കിട്ടുന്നുള്ളത്. അത് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ കോഴ്സ് പോലെ ക്രിയേറ്റ് ചെയ്ത് മെൻറ്റേഴ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഗെറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ സ്റ്റാർട്ടിങ് തന്നെ ഇപ്പോൾ 500 റുപ്പീസിന് ഞാൻ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ അത് തന്നിട്ട് തിരിച്ച് ഞങ്ങൾ 500 റുപ്പീസ് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പിന്നെ അത് കുറച്ചായിട്ട് എന്ത് ചെയ്ത് നമ്മുടെ തന്നെ അവർ ഓൺ കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് ഇപ്പോൾ ആക്ച്വലി ഞങ്ങൾ വേറെ ഒരു ഓപ്പൺ സോഴ്സാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ബിൽഡിങ് ആണ്. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രാൻസാക്ഷൻ. അതെ, എന്നുവെച്ചാൽ ഇടയിൽ അക്കാഡമിക്സ് എക്സാംസ് എന്നൊക്കെ വരുമ്പോൾ ആരെ പോലെയും നമ്മളും അതിൽ പോസായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ സ്റ്റിൽ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതൊന്നും അല്ല, നമുക്ക് സ്കില്ലും നമ്മുടെ സ്റ്റാർട്ടപ്പും ബിസിനസ്സൊക്കെയാണ് കുറച്ചുകൂടെ നമുക്ക് ഹാപ്പിയും റിസൾട്ട് ക്രിയേഷനും ഫുൾഫില്ലിംഗ് ആയിട്ട് തോന്നുന്നതും അതാണ്. കാരണം എല്ലാ സാധനങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്തേ അതിലേക്ക് എത്തുള്ളൂ. കാരണം നമ്മൾ സ്ട്രേറ്റ് അവേ സ്റ്റാർട്ടപ്പ് ഞങ്ങൾ തുടങ്ങുമായിരുന്നു. ഇപ്പോൾ നമുക്ക് സ്കില്ലൊന്നും ഇല്ലാത്ത രൂപത്തിൽ, കാരണം ഞങ്ങളുടെ സ്കില്ലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തത് ഇതിലേക്ക് എത്തിയത്.
കാരണം സാധാരണ എല്ലാവരും ചിന്തിക്കണ പോലെ ഒരു ജോബിലേക്ക് ഒരാൾ ട്രെയിൻ ചെയ്യാന്നുള്ളത്, ഞങ്ങളിപ്പോൾ മെയിൻലി ഫ്രീലാൻസിങ്ങിലേക്ക് ട്രെയിൻ ചെയ്യാനാണ്. ഒരാളിപ്പോൾ ജോലി വേണം എന്ന് പറഞ്ഞു വന്നാൽ പോലും നമ്മൾ മെയിൻലി ട്രെയിൻ ചെയ്യണം ഒരു ഫ്രീലാൻസർ ആക്കാനാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് പഠിച്ചു വന്നപ്പോഴത്തേക്കുമാണ് എന്ത് ചെയ്തത്, ഒരു ഫ്രീലാൻസറിന് കിട്ടുന്ന ഒരു പവർ എന്താണെന്ന് മനസ്സിലായി. കാരണം നമ്മളൊരു സാധാരണ പോലെ ഒരു സാധനം പഠിച്ചൊരു സ്കില്ല് പഠിച്ചു മിക്ക സ്ഥലങ്ങളിലും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു സാധനം കണ്ടു, ഒരു വീഡിയോ കണ്ടു, പഠിച്ചു. സെൽഫ് ലേണിങ്ങിൽ തന്നെ ഒരു കാര്യം, യൂട്യൂബ് വീഡിയോ കണ്ടു, ഞാനൊരു സാധനം പഠിച്ചു. പക്ഷേ ഞാനത് ചെയ്തു നോക്കിയോ? ഇല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാനൊരു ജോബിന് അപ്ലൈ ചെയ്യുമോ, ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുമോ, ഇനിയിപ്പോൾ ഫ്രീലാൻസ് ആണെങ്കിൽ പോലും ആൾക്കാർക്കെന്ന് വെച്ചാൽ ഒരു പോർട്ട്ഫോളിയോ ഇല്ല. അപ്പോൾ ഒരു ഫ്രീലാൻസർ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റിയത്. ഞങ്ങളുടെ തേർഡ് ഇയറിൽ തന്നെ ഞങ്ങൾ ഫ്രീലാൻസർ ആയി സ്റ്റാർട്ട് ചെയ്തു. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങിയ ഞങ്ങളുടെ തേർഡ് ഇയറിൽ തന്നെ. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഫൈവർ വർക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ സമയം സ്പെൻഡ് ചെയ്ത് ക്ലാസ്സിനിടക്കായാൽ പോലും ഇങ്ങനെ റീലോഡ് ചെയ്തുകൊണ്ടിരിക്കും പുതിയ വർക്ക് വല്ലതും വന്നോന്ന്. പക്ഷേ സ്റ്റിൽ പ്രശ്നം എന്താണ്, നമുക്ക് ആ ഒരു നല്ല കോമ്പറ്റീഷൻ ഒന്നും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് പിന്നെ മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കണക്ഷൻസിൽ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി, കണക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ബേസിക്കലി പറഞ്ഞത് ലോങ് ആണെങ്കിൽ കൂടി, ഓൺടർപ്രണർഷിപ്പ് ജേർണി ലോങ് ആണെങ്കിൽ കൂടി അതിൻ്റെ അകത്ത് ഓരോ സ്റ്റെപ്പും എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. കാരണം ഞങ്ങൾ ഇന്നിപ്പോൾ ചെയ്യുന്ന സംഭവം അല്ലായിരുന്നു ആദ്യം ചെയ്തത്. ഇപ്പോൾ നമ്മൾ 500 രൂപേൻ്റെ സംഭവം പറഞ്ഞേ, അപ്പോൾ അതിൻ്റെ അകത്തോട്ട് വന്നത് എന്താ, കാരണം ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങൾ നോക്കണത് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഏതൊരു ഓൺടർപ്രണർഷിപ്പിലും ആൾക്കാർ ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന ഒരു സാധനം എന്താ, ഭയങ്കര കോമ്പറ്റീഷൻ. അപ്പം ഞങ്ങൾ പറയണത് ഞങ്ങളുടെ കയ്യിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. കാരണം ഹൈ കോമ്പറ്റീഷനിൽ നമ്മൾ ചിന്തിച്ചൊരു കാര്യം, ആ ഹൈ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാരെന്താണ് സ്റ്റിൽ സ്കിൽഡ് ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ ആലോചിച്ചു അവിടെ എന്തുണ്ട്, ഒരു വോയിഡ് ഇപ്പോഴും കിടപ്പുണ്ട്. അതാണ് നമ്മൾ മെയിൻലി നോക്കിയത്. കാരണം പഠിച്ച് കഴിഞ്ഞ ഒരാളെന്നല്ല, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് അയാൾക്ക് ഇത് ചെയ്തുകൂടാന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ജേണി ലോങ് ആണെങ്കിലും നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ, ആ ജേണിൻ്റെ അകത്ത് ഓരോ സ്റ്റെപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാക്കി. അതാണൊരു സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലൂടെയും കയറിയപ്പോൾ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിന് എങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റും ഓവർ ബേർഡൻ ആക്കാണ്ട്. അപ്പോൾ ഓവർ ബേർഡൻ ആവുകയും ചെയ്യരുത്, എന്നാൽ അയാൾക്ക് പൈസ ഉണ്ടാക്കാനും പറ്റണം, എന്നൊരു സ്കില്ല് ഉണ്ടാവുകയും ചെയ്യണം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ആയി കിട്ടുമെങ്കിൽ. ഇപ്പോൾ ആ സ്റ്റുഡൻ്റ് ആയിരുന്നൊരു സമയമുണ്ട്, അപ്പോൾ ടൈമിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും. പിന്നെ മൊത്തത്തില് എങ്ങനെയാണ് ഫിഗർ ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു പേടിയാണെന്ന് അറിയില്ല, ഒരു പ്ലാനിങ് ക്രൈസിസ് ഉണ്ടാവും. സോ ഹൗ ഡു യു മാനേജ്? അതിന് ഇപ്പോൾ മെയിൻലി പേടി എന്ന് പറയാൻ കാരണം എക്സാം ആയിരിക്കും, അതല്ലേ? ഇപ്പോൾ കോളേജ് ട്രെൻഡ് അനുസരിച്ച് എല്ലാവരും ഈ ചില്ല് ആവുക, എൻ്റർടൈൻമെൻറ്റ് കൂടുതലായിരിക്കും. പക്ഷെ ഞങ്ങളുടെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റും ഉണ്ട്. ഇപ്പം മൂവിക്ക് പോകണമെങ്കിലും നമ്മളിപ്പോൾ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോകണമെങ്കിലും എല്ലാം ഉണ്ട്. ബട്ട് ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലാസ്റ്റ് 1 വീക്കിൽ നമ്മൾ സ്റ്റഡീസൊക്കെ സെറ്റാക്കും. പക്ഷേ അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈവനിങ്ങിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കും. അതേപോലെ ഞങ്ങൾ കണ്ട ഏറ്റവും വലുത് സിറ്റിക്കിലെ സ്പേസാണ് ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്ത്. ഞങ്ങൾക്ക് സെക്കൻഡ് ഇയർ മുതൽ ആഗ്രഹമായിരുന്നു സിറ്റിക്കിൽ എങ്ങനെയാണ് ഇൻക്യുബേറ്റ് ചെയ്യുക എന്നുള്ളത്. അവിടെ നിന്ന് നമ്മുടെ ഐഡിയ റിഫൈൻ ചെയ്താണ് ഞങ്ങൾ തേർഡ് ഇയറിലാകുമ്പോഴത്തേക്കും സിറ്റിക്കിൽ ഇൻക്യുബേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ആയിട്ടും ഞങ്ങളുടെ പേഴ്സണലി ഞങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കോളേജ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് അതിലോട്ട് വർക്ക് ചെയ്യും. അതിനിപ്പോൾ രാത്രിയാണെങ്കിലും ഞങ്ങൾക്ക് വിഷയമല്ല, ഫുൾ വർക്ക് ചെയ്തും സ്റ്റഡീസും അതേപോലെ തന്നെ. ഞങ്ങൾക്ക് എന്റർടൈൻമെന്റ് പറഞ്ഞ റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതാ. ഒരു പ്രൊജക്ട് ചിലപ്പോൾ അതൊരു വെബ് ഡെവലപ്മെന്റ് പഠിച്ചുകൊണ്ടുള്ള ഒരു കോൺസിക്വൻസ് ആവാനും സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും റിസൾട്ട് കണ്ടാണ് എന്ത് ചെയ്യണം. കാരണം നമ്മളിപ്പോഴും എന്തെങ്കിലും ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടുക. അപ്പോൾ അതേപോലെ ഇപ്പം ഞങ്ങളൊരു ഹാക്കത്തോൺ പോയി, പ്രൈസ് കിട്ടിയില്ല, ഞങ്ങൾ അവിടെ ക്വിറ്റ് ചെയ്തില്ല, അടുത്ത ഹാക്കത്തോൺ പോയി, പ്രൈസ് കിട്ടി. അങ്ങനെ അതിലൊരു ക്രേസും കൂടി ഉണ്ടായിരുന്നു. അതെ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റുഡൻസ് പഠിക്കുകയാണെങ്കിൽ കൂടി ഞങ്ങൾ ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, പ്രഷറൈസ്ഡ് എന്ന് പറഞ്ഞൊരു എൻവയോൺമെൻ്റ് അല്ല നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മൾ മെയിൻലി കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണത് ഒരു ഹാബിറ്റാക്കി മാറ്റും. അത് സ്ഥിരമായിട്ട് ചെയ്ത് അവർക്ക് ക്യൂരിയസ് ആവണ ഫാക്റ്റുകൾ കൊണ്ടുവരിക. ഇപ്പോൾ എല്ലാവരും പഠിക്കുന്ന ഒരേ രീതിയിലല്ല. ഞങ്ങളുടെ പോലും ഞങ്ങളിപ്പോൾ കണ്ടൻസ് കൊടുക്കുകയാണെങ്കിൽ കൂടി ഓരോ ആൾക്കാർ പ്രൊജക്റ്റ് ചെയ്യണം പല രീതിയിൽ. ഞങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പലരും ചെയ്യണം പല രീതി. അങ്ങനെ പല രീതിക്ക് ഞങ്ങൾ ആക്കി കൊടുക്കും. പല രീതിക്കായി കൊടുക്കുമ്പോൾ അതൊരു ഹാബിറ്റായി മാറുകയാണ്. ഇപ്പം ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്കൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ ആ പ്രൊജക്റ്റ് ചെയ്തു വന്നപ്പോഴത്തേക്കും ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇതിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകണം, ഇത് റിസൾട്ട് കാണുമ്പോൾ ഒരു രസമുണ്ടല്ലോ, ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേക്കും പിന്നെയാണ് ഞങ്ങൾക്കത് ഹാബിറ്റ് ആകാൻ തുടങ്ങിയത്. ഏത് ഹാക്കത്തോൺ കണ്ടാലും പോയി എന്തെങ്കിലും ചെയ്യുക, കാര്യങ്ങൾ ബിൽഡാകുക. അപ്പോൾ അതിലെ ഒരു ഹാക്കത്തോണിൻ്റെ അകത്തൊരു
വീട് നമുക്ക് വാടകയ്ക്ക് എടുക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസിന് ഹൗസ് റെൻറ്റ് ചെയ്യണം എന്നുള്ള ഞങ്ങൾ ആ ഐഡിയ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഫിനിഷ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് വരണം, വന്നോളും. അതങ്ങനെ വരുവാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വേണം. അത് തൃശ്ശ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി വന്നിരുന്ന് ചെയ്യും. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ ആൾക്കാർ ടു ഡു ഒക്കെ ഇല്ലേ, അത് സ്ഥിരമായിട്ട് എന്നുവെച്ചാൽ ഒരു ടു ഡു ആപ്പ് അങ്ങനെ അല്ലാണ്ട് നമുക്ക് ഇന്ന് ദിവസം എന്തൊക്കെ ചെയ്യണം അതുള്ളത് രാവിലെ തന്നെ നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ അതിൽ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഇതൊരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം, ഒരു പേടിയും വേണം. ചെയ്തില്ലല്ലോ അപ്പം എന്താ അടുത്ത ദിവസം നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രശ്നം നമ്മൾ കണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കോളേജിൽ പഠിക്കുന്ന ടൈമിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല, പാരൻസ് ഹെൽപ്പ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല, ജോലിക്ക് പോകണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ 4 ഇയേഴ്സ് നമ്മൾ എത്ര തന്നെ ആൾക്കാർ പറഞ്ഞാലും ചിലവർക്ക് അത് ചിലപ്പോൾ എന്താ പറയുക സ്കില്ല് ആ സമയത്ത് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവണമെന്നില്ല. 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടോ 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും അവർ ആ ഒരു ജോബ് എന്നുള്ളൊരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ആ ഒരു പ്രശ്നം മനസ്സിലാണ്. പല കോളേജുകളിലും പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്, പ്ലേസ്മെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഓഫ് ക്യാമ്പസിന് പോകുമ്പോൾ അവർ നേരിടുന്ന വേറെയും പ്രശ്നങ്ങളുണ്ട്. ബട്ട് നമ്മുടെ സ്റ്റുഡൻസ് കോളേജ് സ്റ്റുഡൻസ് പഠിക്കണമെങ്കിൽ ഞങ്ങൾ ആ ഒരു സീരിയസ്നെസ്സും കൂടെ അവർക്ക് കൊടുക്കുന്നുണ്ട്. മോട്ടിവേഷനായിട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എത്ര തന്നെ പ്രഷറൈസ് ചെയ്താലും ചിലപ്പോൾ നമുക്ക് ആ സാധനം കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ ആ ഒരു റിയാലിറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഒരു 10 to 20% എങ്കിലും അവരത് ഇൻക്രീസ് ചെയ്യും അവരുടെ സാധനം. അതോടൊപ്പം ഇപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് മൈൻഡ് പീപ്പിൾ ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എനർജി ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തൃശ്ശ ചെയ്യും. അപ്പോൾ ചില ദിവസം ഞാൻ ചെയ്യൂല, അപ്പോൾ തൃശ്ശ ഇരുന്ന് ചെയ്യും, അപ്പോൾ ഞാൻ കൂടും. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഒരാൾക്കൊരു സാധനം മനസ്സിലായില്ല അപ്പോൾ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷേ മെജോറിറ്റി നമ്മൾ കാണുന്ന ഗ്രൂപ്പ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളായിരുന്നു ഒറ്റ ചെയ്യണം. കുറച്ചും കൂടി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഞങ്ങൾ സ്റ്റാർട്ടപ്പിലാണെങ്കിൽ കൂടി ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഞങ്ങൾ കോളേജ് കഴിഞ്ഞു. ഇപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല, നമ്മുടെ പൊക്കത്ത് ആരുമില്ല, നമുക്ക് ഡെഡ് ലൈൻസ് ഇല്ല. അപ്പം ഞങ്ങളവിടെ ചെയ്യാറുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ തൃശ്ശ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, എപ്പോഴും ഒരു ടു ഡു ലിസ്റ്റ് എഴുതി വെക്കും. ടിക്കറ്റ് പോവുക, ഡെയിലി അത് നോക്കി കരയുക, ഇതാണ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി എന്ത് ചെയ്യില്ല, പിറ്റേ ദിവസം നമ്മൾ ചെയ്യില്ല. കോളേജ് കഴിയണേനേക്കാളും ഡേഞ്ചറാണ് കോളേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ. പിന്നെ നമുക്ക് ഇൻഫിനിറ്റ് ടൈം പോലെ ഒരു സെറ്റപ്പിലേക്ക് പോവുക. പിന്നെ നമ്മളെ ഫാമിലിയും റിലേറ്റീവും ചോദിക്കുമ്പോൾ മാത്രമേ പിന്നെ നമ്മൾ എന്ത് ചെയ്യണുള്ളൂ, ബാക്ക് ടു ട്രാക്ക് എത്തണുള്ളൂ. അപ്പോൾ കോളേജ് ടൈമിൽ പിന്നെ ഞങ്ങൾ എപ്പോഴും എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമാണ്, മാക്സിമം എന്ത് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം കിട്ടും. എവിടെ വേണമെങ്കിലും പോകാം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുമെന്ന് വിചാരിച്ചു, എവിടെയെങ്കിലും ഇപ്പോൾ ഞങ്ങൾ ഫോഴ്സിൻ്റെ ഒരു ഇവൻറ്റിന് പോയി. അപ്പോൾ ഫോഴ്സിന് പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബാംഗ്ലൂർ പോകണം. ബാംഗ്ലൂർ പോകുമ്പോൾ അതിനുള്ള ഫണ്ടിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, പിന്നെ ആ സമയത്ത് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ സാധനങ്ങൾ പോസ് ആവരുത്, ഇങ്ങനെയുള്ള കുറേ ചിന്തകളുണ്ടാവും. പക്ഷെ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നേരെ പോവുക, 2 ദിവസത്തെ ക്ലാസ് ആണെങ്കിൽ 2 ദിവസത്തെ ക്ലാസ് സ്കിപ്പ് ചെയ്യുക, പോവുക, ഈ ഒരു തിങ്കിങ് മതി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോഴും പറയുന്നത് വെച്ചാൽ മാക്സിമം ഇവൻറ്റിന് കാര്യങ്ങൾ ഇപ്പോഴും ഞങ്ങൾ പറയും. ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് വന്നാൽ ഞങ്ങൾ മാക്സിമം ആക്കരുത്. കാരണം കണക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം ആ ഒരു കണക്ഷനായിരിക്കും എന്ത് ചെയ്യണത്, പിന്നീട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ ജോബ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലേസ്മെൻറ്റ് ഒബ്വിയസ്ലി ആ കോളേജിനെ ട്രസ്റ്റ് ചെയ്ത് ആൾക്കാർ വരണം, നോ ഇഷ്യൂസ്. പക്ഷേ ഓഫ് ക്യാമ്പസ് പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഫ്രീലാൻസ് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കേസുകളായാലും നമ്മൾ പ്ലാറ്റ്ഫോംസിനെ നോക്കിയാൽ നടക്കില്ല. കാരണം പ്ലാറ്റ്ഫോംസ് എന്ന് പറയും ക്രൗഡഡ് ആണ്. പക്ഷേ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഭയങ്കര എളുപ്പമാണ് ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ. കാരണം ഞങ്ങൾക്ക് ആദ്യത്തെ ഫ്രീലാൻസ് വർക്ക് കിട്ടുക എന്ന് പറയണത് ഞങ്ങൾ കോഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ പുറകോടി ഞങ്ങൾ സിറ്റിക്കിലെ ആ ഇറങ്ങുന്ന സ്ഥലത്ത് ഇരുന്ന്, അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ കോഡ് ചെയ്യണത് ഈ പുറകിലൂടെ ആൾക്കാർ നടക്കുമ്പോൾ കാണാൻ പറ്റും. അങ്ങനെ കണ്ട് ഇവിടെ ഷിപ്ടെക്കിലെ ഒരു അലുമിനി ഉണ്ട്, അവർ ഷിപ്പ് ഡിസൈനിങ് ചെയ്യണം. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് ഞങ്ങൾ ആദ്യമായിട്ട് എന്ത് ചെയ്തു, ഫ്രീലാൻസ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ കാണുമ്പോൾ ഇവർ റെഗുലറായിട്ടിരുന്ന് ചെയ്യുന്ന ആൾക്കാരാണ്. ആ ഒരു സംഭവം കിട്ടാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് സ്റ്റുഡൻ്റായിട്ടിരിക്കുമ്പോൾ ഒക്കെ ഈ എക്സ്പോഷേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുക. കാരണം ഞങ്ങളോട് എപ്പോഴും പറയാറുള്ള ഒരു കേസ് ഞങ്ങളുടെ സീനിയേഴ്സ്, നിങ്ങൾ സ്റ്റുഡൻ്റായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ കയറി ചെന്നാലും നിങ്ങൾ സ്റ്റുഡൻറ്റാണ്. അതെ, ആ ഒരു ടാഗ് ലൈനിൽ നമുക്ക് എന്താ പറയുക, വിത്തൗട്ട് എ ടിക്കറ്റ് അല്ലെങ്കിൽ വിത്തൗട്ട് എ പെർമിഷൻ നമുക്ക് പോകാം, ഈ അഡ്വാൻറ്റേജ് സുഖമായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം സ്റ്റാർട്ടപ്പായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സിറ്റിക്കുണ്ട്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്. നിങ്ങൾക്ക് ചെന്നിരുന്ന് എത്ര ദിവസം വേണമെങ്കിലും വെറുതെ ഇരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. കാരണം നിങ്ങൾ സ്റ്റുഡൻറ്റ് എക്സ്പ്ലോറിംഗ് ആണ്, ഇഷ്യൂസ് ഇല്ല. എവിടെ ഇവൻ്റ് ഉണ്ടെങ്കിലും കിട്ടും.
അങ്ങനെയുള്ള ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ പ്രഷറൈസിങ് വേണോ? ശരിക്കും വേണ്ട. പക്ഷേ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ഒരു ചെക്ക് ലിസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കുക, ഏറ്റവും ബെറ്ററാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്നുമില്ലാത്ത പോലെ ഫീൽ ചെയ്യും. എന്ത് ചെയ്തു എന്ന് പറഞ്ഞൊരു ചോദ്യത്തിന് നമ്മൾ തന്നെ ആൻസർ. അതുകൊണ്ട് ഞങ്ങളൊക്കെ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ അമീൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടറുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്തൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് 10 ലക്ഷം രൂപ ഉണ്ടാക്കാമെന്ന് വെച്ചൊരു ട്രെൻഡ് വെച്ച്. അപ്പോൾ 6 മാസം കൊണ്ട് അപ്പോൾ അന്ന് അമീൻ എന്നെ പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ 6 മാസം കൊണ്ട് 10 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യും, ശ്രദ്ധിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ എന്തായാലും വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങൾ ലിങ്ക്ഡിനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ നമുക്ക് ഒരു സെൻസ് ഓഫ് ഇത് കിട്ടും. എന്നുവെച്ചാൽ ഒരു ഷോർട്ട് ടേം ഗോള് എന്താ പറയുക കടന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ലോങ് ടേമിൽ അച്ചീവ് ചെയ്യും. ഇപ്പം എനിക്ക് ഒരു ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം ഗോളാണ്. അതിലോട്ട് എന്താ പറയുക, നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ബോറ് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട്, പ്രഷർ കാര്യങ്ങളൊക്കെ വരിക. പക്ഷേ ഷോർട്ട് ടൈം അച്ചീവ് ചെയ്ത് ആ ഒരു ഹാപ്പിനെസ്സോടുകൂടെ അടുത്തടുത്ത് ഞങ്ങൾ കോഴ്സ് കൊടുക്കുകയാണെങ്കിൽ കൂടി മേൺ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ കൊടുക്കൂല. അതാണ് നോട്ട് ടൈമിന്റെ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം. ചെറിയ ഒരു സമയം, ആ ഒരു സമയം കൊണ്ട് ഒരു സാധനം പഠിച്ച് അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം ബിൽഡ് ചെയ്ത് എക്സ്പോഷർ കിട്ടി എത്രയും വേഗം ഒരു സാധനത്തിലേക്ക് പോവാം. ഇപ്പോൾ 4 ലെവൽസ് ആയിട്ട് ഞങ്ങളുടെ കോഴ്സ് കൊടുക്കുന്നത്. വെബ് ഡിസൈനിങ്, പിന്നെ ജാവാസ്ക്രിപ്റ്റ്, പിന്നെ ഫ്രണ്ട് എൻഡ്, പിന്നെ ബാക്ക് എൻഡ്. എന്തുകൊണ്ട് 4 ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞില്ലേ, ഇവൻ പറഞ്ഞ പോലെ ഓരോ ലെവലും നമുക്ക് പഠിക്കുക, അത് റിലേറ്റഡ് ബിൽഡ് ചെയ്യുക, അത് റിലേറ്റഡ് ആയിട്ട് ഫ്രീലാൻസ് ചെയ്യുക, ഏൺ ചെയ്യുക, ദെൻ നെക്സ്റ്റ് ലെവൽ എന്നുള്ളതാണ് നമ്മുടെ എയിം തന്നെ. ഫ്രീലാൻസറിനെ, ടെക് ഫ്രീലാൻസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോട്ട് ടൈമിൻ്റെ ഒരു മോട്ടോ തന്നെ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ലെവൽ ബേസ്ഡ് ട്രെയിനിങ് ആണല്ലോ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വരുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് HTML CSS എല്ലാം അറിയാം, എനിക്ക് ഡിസൈനിങ് എല്ലാം അറിയാം, എനിക്ക് ഇനി ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്ക് മാത്രം പഠിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ലെവൽ 3 ജോയിൻ ചെയ്യാം, ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടെന്നുള്ളത്. അതാണ് ഞങ്ങളുടെ കയ്യിൽ വരുന്ന അഡ്വാൻറ്റേജ്. അപ്പോൾ അതാണ് ബേസിക്കലി ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്യുക, കുറച്ചും കൂടി ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പോൾ എനിക്ക് ഈ സംഭവം കളയാൻ പറ്റുമോ, ഇപ്പോൾ ഷോർട്ടായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻസ് ഉണ്ടല്ലോ, അത് കളയാൻ പറ്റും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിന്ന് കാണുന്നത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെയാണ്. ഏറ്റവും പെട്ടെന്ന് എങ്ങനെ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വീഡിയോ കണ്ട് ഒരു 10 സെക്കൻഡിൽ നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ സ്വൈപ്പ് ചെയ്യാം. അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യൂല, നമുക്കിത് മാറ്റുക എന്നുള്ളൊരു പരിപാടിയിൽ അതിലേക്ക് പെട്ടെന്ന് എങ്ങനെ ശരിയാക്കാം, അത് ശരിയാക്കാൻ എങ്ങനെ പറ്റുമെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഹാപ്പിനെസ് കിട്ടുക. ഞങ്ങൾ ചെയ്യാറെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സാധനം എടുത്ത് കഴിഞ്ഞാൽ എത്രയും വേഗം അത് പഠിച്ച് തീർക്കാൻ പറ്റും, കോറായിട്ടുള്ള സാധനങ്ങൾ വെച്ച് എത്രയും വേഗം പഠിച്ച് തീർക്കാൻ അത് വെച്ച് എന്തെങ്കിലും ഫ്രീലാൻസ് ചെയ്യുക. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യണം ഫ്രീലാൻസിങ്ങിലേക്ക് എത്തിക്കുക. എന്നിട്ട് അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം, ഇതും കൂടി എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഇത് ഞാൻ ചിലപ്പോൾ അത് കോറായിട്ട് എനിക്ക് ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ അനിമേഷൻ ചെയ്യണം, അപ്പോൾ അനിമേഷൻ ചെയ്യാൻ പഠിക്കും. എന്നുവെച്ചാൽ ഒരു ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ദോ അവർ ചെയ്യുന്നത് ഒരു കോളേജ് പ്രൊജക്റ്റ് ആണെങ്കിലും അതൊരു 10 ആൾക്കാർ യൂസ് ചെയ്യുന്ന പോലെ ചെയ്യുമ്പോഴാണ് അവർക്കൊരു ശരിക്കും ഒരു യൂസർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു കിട്ടുള്ളൂ. അത് വെച്ച് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വർക്കിനായിട്ട് ഒരു ഡെമോ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. സോ എപ്പോഴും യൂസബിൾ ആയിട്ട്, ഇപ്പോൾ വെറുതെ ഒരു ഐക്കണോട് വെച്ച് അതിപ്പോൾ ആരും ടച്ച് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് ഞങ്ങളുടെ ടീമിലുള്ള കുറച്ച് പേരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഐസാറ്റിന് വേണ്ടിയിട്ട് സദ്യ ഫൈ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്യ എന്ത് ചെയ്യണം, കഴിക്കാൻ വേണ്ടിയിട്ട് കോളേജിലെ സ്റ്റുഡൻസ് എല്ലാവരും വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, സദ്യക്ക് ടിക്കറ്റ് കാണിക്കാൻ വേണ്ടി ഒരു QR കോഡ് സ്കാൻ ചെയ്ത് വെക്കും. അപ്പോൾ ശരിക്കും അത് അവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടംപോലെ സാധനങ്ങൾ അവർ പഠിച്ചു. 1, 2 കോളേജിൽ അവർക്ക് എന്ത് ചെയ്ത് നല്ലൊരു എക്സ്പോഷർ കിട്ടി. മാത്രമല്ല അവർക്ക് അപ്രീസിയേഷൻസ് കിട്ടുമ്പോൾ ആ സാറ്റിസ്ഫാക്ഷൻ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത ലെവലോ സാധനം കോഡ് ചെയ്യാൻ കുറച്ചും കൂടി എന്താണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഏത് പ്രൊജക്റ്റ് ചെയ്ത് ഞാൻ തുടങ്ങണം. ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാൻ എന്ത് പ്രൊജക്റ്റ് ചെയ്താൽ സൂപ്പറാവും. അങ്ങനൊരു സാധനം ഇല്ല, അങ്ങനെ നല്ല പ്രൊജക്റ്റ് ഒന്നും സാധനം ഇല്ല. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും ഒരു വോയിഡ് എല്ലായിടത്തും ഉണ്ട്. ആ വോയിഡിനെ കണ്ടുപിടിച്ചാൽ മതി. ആ വോയിഡ് ചിലപ്പോൾ അതൊരു ഭയങ്കര $1 ബില്യൺ ഐഡിയ ഒന്നും വേണ്ട, ആ ഒരു ചെറിയ ഐഡിയ. കാരണം എന്താ, ഞങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ചെറിയ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഫ്രീലാൻസിങ് പോലെ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ബേസ്ഡ് ആയിട്ട് സാധനങ്ങൾ ചെയ്യണ ഒരു അപ്പിയറൻസ് ഉണ്ടാക്കുക എന്നുള്ളൂ. ഇന്ന് ഞങ്ങളുടെ മോട്ടോ ആയി തന്നെ മാറേണ്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ഒബ്വിയസ്ലി എന്താവും, വലുതായി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇഷ്ടംപോലെ ഞങ്ങളപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ ആൾക്കാരെ മാക്സിമം പ്രൊമോട്ട് ചെയ്യും. കാരണം വെച്ചാൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴേ ശരിക്കും നമുക്ക് ഒരു ഇന്നർ ഫയർ കിട്ടണം. ചിലപ്പോൾ അതൊരു സെട്ടപ്പ് ആവും നാളെ. ഇപ്പൊ ഞാൻ കാണുന്ന ഒരു ഓണ്ടർപ്രനർ എന്ന് പറഞ്ഞ ഒരു ട്രെൻഡി നെയിം ആണ് ആസ് ഓഫ് നൗ. ഇൻസ്റ്റാഗ്രാം പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ പലരും
ജസ്റ്റ് ആ റീൽസിലാണ് ലൈക്ക് എടുത്ത് പോകുന്ന ഒരു ഇതാണുള്ളത്. വെൻ ഇറ്റ് കംസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ റിയാലിറ്റി വരുമ്പോൾ ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ എണ്ണം കുറവാണ്. സോ അങ്ങനെ അതായത് ഒരു സ്റ്റുഡൻറ്റിന് ഐഡിയ ഉണ്ട്, ആ സ്റ്റുഡൻറ്റ് എങ്ങനെയായിരിക്കണം തുടങ്ങേണ്ടത്, വേർ ഹിസ് ഫ്രണ്ട്സ് ഓർ സംതിങ് ഇതുപോലെ എന്താ പറയുക ആ ഒരു എക്സ്റ്റേണൽ ആ ഒരു ഓണ്ടർപ്രനോറിയൽ എസൻസ് കിട്ടുന്നില്ല. എങ്ങനെയായിരിക്കണം ആ സ്റ്റുഡൻറ്റ് തുടങ്ങുന്നത്? ഇപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് എപ്പോഴും നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നമ്മളാണ് ഫസ്റ്റ് തുടങ്ങണമെന്നുള്ള മൈൻഡ് സെറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ആസ് ഓഫ് തിയറി പോലെ 10 years ബിഫോർ അത് തന്നെ ഒരാൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഐഡിയ കൊണ്ടുവന്ന് വിചാരിക്കുക. ഇപ്പോൾ എൻ്റെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ ആൻഡ് ഫെയിൽ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ പറയണതിനേക്കാളും കൂടുതൽ ജസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് പോലെ ബിൽഡ് ചെയ്യുക. ഈവൻ ദോ അത് ഫെയിൽ ആവുകയാണെങ്കിലും അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പ്രോട്ടോടൈപ്പ് എന്തുകൊണ്ട് ബിൽഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് ഒരു PPT കാണിക്കണതിന് പകരം ഒരു മോഡലാണ് ജസ്റ്റ് യൂസ് ചെയ്ത് ഒരു പ്രോട്ടോടൈപ്പ്, ഫിഗ്മ പ്രോട്ടോടൈപ്പ് ആയിക്കോട്ടെ, ഞാൻ ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്നില്ല, അതാണെങ്കിൽ നിനക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അപ്പുറത്തെ ആൾക്ക് മനസ്സിലാവും. മാത്രമല്ല ഇനി അടുത്ത ഫെയിൽ ആവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളോട് നമ്മൾ ഐഡിയ പറഞ്ഞെങ്കിൽ മാക്സിമം നമുക്ക് നെഗറ്റീവ് റിവ്യൂസ് വരാനാണ് കൂടുതൽ. ഇത് വർക്കാവില്ല, ഇത് ഫെയിലാവും, ഇത് കുറേ പേര് ട്രൈ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും. ഈവൻ ദോ അതിൽ നിന്ന് ഒരു സ്റ്റിൽ പ്രോബ്ലം നോട്ട് സോൾവ് എന്നുള്ള കൊണ്ടാണല്ലോ നമുക്ക് ഐഡിയ തോന്നിയത്. അതുകൊണ്ട് അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒരു സ്മോൾ ആയിട്ട് പുതിയ എന്താ പറയുക ന്യൂ ആയിട്ട് എന്തെങ്കിലും ഐഡിയ ഇൻസേർട്ട് ചെയ്താൽ മതി അതിലോട്ട്. ഇപ്പം ഞങ്ങളുടെ കേസ് എടുത്തോ, ഞങ്ങൾ എട്ടൊക്കെയാണല്ലോ, അറിയാം സാച്ചുറേറ്റഡ് ആണ്, എല്ലാവരും പറയും. ഞങ്ങൾക്കും ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻസ് റിവ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അതിൽ ഈവൻ ദോ സാച്ചുറേറ്റഡ് ആണെങ്കിലും അതിന്ന് ഞങ്ങൾ ഇന്നോവേറ്റീവ് ചിന്തിച്ചത് പറഞ്ഞാൽ ടെക് ഫ്രീലാൻസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻസ്റ്റെഡ് ഓഫ് ജോബിലേക്ക് ഒരാൾക്കാരെ ട്രെയിൻ ചെയ്യാണ്ട് ഞങ്ങളുടെ ട്രെയിനിങ് വെച്ചിട്ട് അവർക്ക് ഫ്രീലാൻസറിന് അവർക്ക് എന്ത് ചെയ്യാം, ജോബ് വരെ അവർക്ക് ചൂസ് ചെയ്യാം അവരുടെ പാത്ത്. സോ അതാണ് ഇപ്പം ഞാൻ സജസ്റ്റ് ചെയ്യാം. നമ്മളപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ ഐഡിയ കേട്ടു, ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ ഇത് ഒബ്വിയസ്ലി ആൾക്കാർ അറിയും. അപ്പോൾ ഈ ഐഡിയ ആൾക്കാർ കോപ്പി അടിക്കൂലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡെയിലി ഒരു 50,000 ഐഡിയ കിട്ടും. അപ്പോൾ ഞങ്ങളുടെ ഒരു സീനിയർ ഞങ്ങളോട് പറഞ്ഞാണ്, ആ ഐഡിയ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തില്ലേ, ആ ഐഡിയക്ക് 5 പൈസേൻ്റെ വിലയില്ല, ഒറ്റ പൈസേൻ്റെ വില ഉണ്ടാവില്ല. അത് എക്സിക്യൂട്ട് ചെയ്യണടുത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. എപ്പോഴും നമ്മൾ എന്തെങ്കിലും സാധനം പറയുമ്പോഴത്തേക്കും ഇത് പറ്റുമോ, അങ്ങനെ ചിന്തിക്കണതിനൊക്കെ അതും തൃശ പറഞ്ഞ പോലെ ഒരു സാധനം ഉണ്ടാക്കി നോക്കാം. ആ സാധനം ചെയ്ത് സക്സസ്ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണത് ഇനി ഇതിങ്ങനെ ചെയ്ത് പിന്നെ ഇങ്ങനെ ചെയ്ത് അങ്ങനെയല്ല. ഞങ്ങളെപ്പോഴും പറയാനുള്ള കാര്യം വെച്ചാൽ ഒരു ലാൻഡിങ് പേജ് ഉണ്ടാക്കുക. ഒരു ലാൻഡിങ് പേജ് പോലെ ഒരു സാധാരണ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഒരാളെ പോയി കണ്ട് ഇത് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു എന്താ ആൾക്കാർക്ക് ഉപയോഗിച്ച് ജസ്റ്റ് നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ അത് ജസ്റ്റ് ഒരു സംഭവം എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു കാർഡ്ബോർഡ് വെച്ചാലും ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, ഇപ്പോൾ മെസ്സിൻ്റെ ഒരു സാധനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഹോസ്റ്റലിന് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി, ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി ഒരു സാധനങ്ങൾ ഉണ്ടാക്കി, ഇപ്പോൾ ഞങ്ങൾ നോട്ട് ടൈമിന് വേണ്ടി സാധനങ്ങൾ ഉണ്ടാക്കി. ഞങ്ങളൊരിക്കലും നോട്ട് ടൈമിന് നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മൾ വിഷനിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ വിഷനിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി സ്റ്റാർട്ടപ്പ് തോറ്റു, എന്തായാലും ഫെയിലാവും. ഇഷ്ടം പോലെ ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം അതാ, നമ്മുടെ മൈൻഡിലുള്ള എന്താണോ അത് ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സൈഫ് ഐഡിയ ആയി പോകും. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, തൃശയാണ് ആ കാര്യത്തിൽ ഞങ്ങളുടെ ഏറ്റവും നെടുന്നൂടായിട്ട് നിൽക്കണം. കാരണം എന്ന് വെച്ചാൽ തൃശ പറയും മതി ഇവിടെ നിർത്തണം, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സാധനം ട്രൈ ചെയ്ത് നോക്കുക. ഈ സാധനം ഫെയിൽ ആവണം, കംപ്ലീറ്റ്ലി ഫെയിലായിട്ട് എന്ത് ചെയ്യണം, പുതിയൊരു സാധനം തുടങ്ങാം. അതിൻ്റെ അകത്തൊരു അഡീഷൻ പോലും ചെയ്യരുത്. കാരണം എന്താ, ആ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യില്ല. കാരണം ഞങ്ങൾ ആദ്യം അത് പഠിപ്പിച്ച് ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിന് പോയപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ CTO ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ചെയ്യും പൊട്ടട്ടെ, നിങ്ങൾ ഇതിനുള്ള ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് സൊല്യൂഷൻ നിങ്ങൾ നോക്കരുത്. ഞങ്ങൾ സ്റ്റാർട്ടപ്പിലായാലും ഞങ്ങൾ ഫ്രീലാൻസിലാണെങ്കിലും എല്ലായിടത്തും ഉപയോഗിക്കണം ഒരേ സാധനത്തെ. നിങ്ങൾ തോക്കട്ടെ, എറർ വരട്ടെ, തെറ്റിയിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് പിന്നെ ചെയ്യില്ല. ഞങ്ങൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരിക്കലും ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കില്ല. സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നിഘണ്ടുവിലേ ഇല്ല. എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാദ്യമേ ചെയ്ത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവർക്ക് ചെയ്യാനുള്ള ചാൻസ് വരില്ല. അത് അവരെ ചെയ്യില്ല. നേരെ മറിച്ചത് തെറ്റാത്തൊരു സൊല്യൂഷനിലൂടെ പോകണമെങ്കിൽ എന്ത് പറ്റും, ഒബ്വിയസ്ലി ആ സാധനത്തിട്ട് പിന്നെ ചാടും നമ്മൾ പോയി. കാരണം നമ്മളെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ ആ കേസിൽ. അതുകൊണ്ട് നിങ്ങളൊരു സാധനത്തിന് ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ തോന്നുക, എന്ത് ഐഡിയ ആയിക്കോട്ടെ, ആ സാധനം എന്ത് ചെയ്യുക, ആ സാധനത്തിന് ചെറുതായിട്ടുള്ളൊരു വേർഷൻ ഉണ്ടാക്കുക. ഇപ്പം ഞാൻ നാളെ എനിക്കൊരു ജോബ് പോർട്ടൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. ജോബ് പോർട്ടൽ ഉണ്ടാക്കണം, ആൾക്കാർ എന്താ പെട്ടെന്ന് ചിന്തിക്കണം, എനിക്കൊരു നൗക്കറി ഉണ്ടാക്കണം,
അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസർ ഫൈവർ പോലത്തെ ഒരു സാധനം. അതിന് പകരം ജസ്റ്റ് ഒരു ലാൻഡിങ് പേജ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വന്ന സാധനം വാട്സപ്പ് വഴി എടുത്ത് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. അതിലൂടെ വന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയച്ചിട്ട് ആ സാധനം എന്ത് ചെയ്യുക, ആദ്യമേ അതിൻ്റെ ഏറ്റവും ഷോർട്ട് വേർഷൻ, എന്നിട്ട് കുറച്ച് നിങ്ങൾ മാനുവൽ വർക്ക് അതിൻ്റെ അകത്ത് ചെയ്യും. ഇപ്പം ഞങ്ങൾ മാർക്കറ്റിങ്ങിൽ ഞങ്ങൾക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ഒരു മിസ്കൺസെപ്ഷൻ, നമ്മൾ ചിന്തിക്കണത് എന്താ, നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാണണമെന്ന് വെച്ചാൽ മിസ്റ്റർ ബീസ്റ്റിൻ്റെയും അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാർ കാണുമ്പോൾ അവർ ഭയങ്കര വലിയ ക്യാമറ സെറ്റ് വെച്ച് ഭയങ്കര വലിയ സെറ്റപ്പായിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ വിചാരിക്കും അല്ലാഹ് ഇത് പറ്റൂല, എഡിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് ഭയങ്കര വലിയ പൈസ കൊടുക്കണം. നടക്കൂല. നേരെ കുറച്ച് നിങ്ങൾ എന്ത് ചെയ്യും, കാരണം എനിക്ക് കെവിൻ്റെ വീഡിയോൻ്റെ സെറ്റപ്പ് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്ന കേസ് അതാ. കാരണം വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും ഷോർട്ടായിട്ട് ഞങ്ങളിപ്പോൾ വീഡിയോസ് അങ്ങനെ ചെയ്യണം. ഒരാൾ നിൽക്കുന്നു, വേറൊരാൾ ജസ്റ്റ് ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, ഇങ്ങനെ ഒരു സാധനം. പക്ഷെ അതിനെന്ത് ചെയ്യുന്നുണ്ട്, 800,000 വ്യൂസ് വന്നിട്ട്. എന്തുകൊണ്ട് അങ്ങനെ വന്നെ? നിങ്ങൾ ചെറുതായിട്ട് തുടങ്ങ്. ആ തുടങ്ങുമ്പോഴേ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. ആരെ വൈറലാവാൻ പോണേന്ന് നമുക്ക് പറയാൻ പറ്റൂല, അല്ലെങ്കിൽ ആരെ ഐഡിയ സക്സസ് ആണെന്ന് അറിയില്ല. ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാതെ ഒരു സാധനം എന്തില്ല, ഒരു ഐഡിയയും $1 ബില്യൺ അല്ല. കാരണം എന്താ, ഇപ്പം ആമസോൺ $1 ബില്യൺ ഐഡിയ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആ $1 ബില്യൺ ഐഡിയ നിങ്ങളുടെ കയ്യിൽ ഇവിടെ പോക്കറ്റിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല. നിങ്ങൾ അവിടെ ചെന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ആമസോൺ ഉണ്ടാക്കി എടുക്കണതിൻ്റെ കുറേ വഴികളുണ്ട്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ സാധനങ്ങൾ, അത് നിങ്ങൾ വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ. അത് നിങ്ങൾ ചെയ്താലേ എൻ്റെ പ്രശ്നം മനസ്സിലാവുള്ളൂ. അതാണ് അവിടെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഓണ്ടർപ്രണർഷിപ്പിൽ ഏറ്റവും വലിയ സംഭവിക്കുന്ന കാര്യം, ഐഡിയസ് ഇഷ്ടം പോലെ ഉണ്ട്. ചെയ്യുക, ആ ചെയ്യുമ്പോൾ ഫെയിൽ ആവും. ഫെയിൽ ബെറ്റർ. തോക്കുക പിന്നീട് ചെയ്യുമ്പോൾ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. സെയിം. കേട്ടപ്പോ തന്നെ സ്റ്റുഡന്റ് പെർസ്പെക്ടീവ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ഇപ്പോൾ പെർസ്പെക്ടീവ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പോൾ ആ ഡിഫറൻസ് എന്തായിരിക്കും ജസ്റ്റ് ഒന്ന് പറയുമോ? ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രീഡം, സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ഫ്രീഡം പെർസ്പെക്റ്റീവ്സ് തന്നെ ഡിഫറെൻ്റ് ഉണ്ട്. കാരണം അവിടെ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം നമുക്ക് കിട്ടും. പക്ഷേ കഴിഞ്ഞ് കഴിയുമ്പോഴോ സമയം കുറവാണ് നമുക്ക്. കാരണം പ്രഷർ ഉണ്ടാവും എല്ലാ സൈഡിൽ നിന്നും. നിങ്ങളത് ചെയ്യുന്ന ജോലിക്ക് പോകണല്ലേ, PSCക്ക് പോകണല്ലേ, അതുപോലെ ഇതുപോലെ ഇഷ്ടം പോലെ. ഫിനാൻഷ്യൽ പ്രശ്നം വരുന്നത് അവിടെയാണ്. പൈസക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്തിലെങ്കിലും പോയി ചെയ്യണം. പക്ഷെ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതാ പറഞ്ഞത് എന്ന് വെച്ചാൽ ഞങ്ങളപ്പോൾ വർക്കിന് വേണ്ടി ഇങ്ങനെ പിടിക്കാനായിട്ട് നിന്നിട്ടൊന്നുമില്ല. നമുക്ക് 1 by 1 ആയിട്ട് കിട്ടിയാൽ മതി. 1 month ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ സ്കില്ല് അപ്പോഴും നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിങ്ക് ചെയ്യും, അപ്പോൾ എന്ത് ചെയ്യും, ഈ മാസം എന്ത് ചെയ്യും, ആ ഒരു തിങ്കിങ് നമുക്ക് ആ ഒരു ടൈമിൽ ഒത്തിരി വരില്ല. പിന്നെ അതേപോലെ ഇപ്പോൾ സ്റ്റുഡൻറ്റിന് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടെന്ന് വിചാരിച്ചോ, നമുക്ക് ഇൻക്യുബേഷൻ സെൻറ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യാം. ഇപ്പോൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് സിറ്റിക്ക് സാറ്റലൈറ്റ് ഇൻക്യുബേഷൻ സെൻറ്റേഴ്സാണ്. അവിടെ എന്ന് പറഞ്ഞാൽ സ്പേസ് മാത്രമല്ല, കണക്ഷൻസാണ്. അവിടെ ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇപ്പോൾ ആദ്യം ഞങ്ങൾക്ക് കിട്ടിയ വർക്ക് തന്നെ അവിടെ നിന്നാണ്. അതാണ് ഈ പറഞ്ഞ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴേ നമുക്ക് ആ കോളേജിൽ ഇൻക്യുബേഷൻ സെൻറ്റർ ഫ്രീ ഓഫ് കോസ്റ്റിനോ അല്ലെങ്കിൽ ലോ കോസ്റ്റിനോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് പിന്നെ ഒന്നാമത്. പിന്നെ ഗ്രാൻഡ്, ഇപ്പോൾ സിറ്റിക്കൽ തന്നെ റുസ എന്ന് പറഞ്ഞ ഗ്രാൻഡ് ഉണ്ട്. എന്ന് വെച്ചാൽ ആ ഗ്രാൻഡ് കിട്ടാൻ കുറച്ച് പാടുണ്ടാവുന്നേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ നമ്മുടെ ഐഡിയയിലോട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഫിനാൻസ് ആവശ്യമുള്ള ഐഡിയാസ് ഉണ്ടാവില്ലേ, ഹാർഡ്വെയർ കാര്യങ്ങളൊക്കെ, അതിനും ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലെ അല്ലെങ്കിൽ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിക്ക് നമുക്കത് അപ്രോച്ച് ചെയ്യാം. ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കൂടുതലാണ്. സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറി. നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറി. നിങ്ങളുടെ എൻറ്റയർ ഐഡൻറ്റിറ്റി ഭയങ്കര വലിയ പ്രിവിലേജാണ്. ഭയങ്കര വലുതെന്ന് വെച്ചാൽ ഭയങ്കര വലുത്. കാരണം നിങ്ങൾക്ക് എവിടെയും കയറി ചെല്ലാം എന്നുള്ളൊരു ആസ്പെക്റ്റ്. ഞാൻ ഇന്ന കോളേജിലെ ഒരു സ്റ്റുഡൻ്റാണ്, അത് ഭയങ്കര പവറാണ്. അത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നിങ്ങളൊരു സാധാരണക്കാരായിട്ട് കൺസിഡർ ചെയ്യും. ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾ സാധാരണക്കാരനായി. ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല പ്രിവിലേജാണ്. അപ്പോൾ ആ പ്രിവിലേജിന് നമ്മൾ അതിനനുസരിച്ച് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. കയറി ചെല്ലാൻ പറ്റുന്ന സ്ഥലങ്ങളായിക്കോട്ടെ, സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിക്കോട്ടെ, അവർ കാണുന്ന ഒരു ഡിഫറെൻറ്റ് കണ്ണിലൂടെ ആയിരിക്കും. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള നമുക്കുള്ള പാമ്പറിങ് സാധനങ്ങളൊക്കെ കിട്ടും. ബട്ട് അത് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായി. അത് മാത്രമല്ല, ഇപ്പം നമുക്കൊരു ഐഡിയ, ഇപ്പോൾ റിൻഷാദ് പറഞ്ഞതാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് വർക്കൗട്ട് ചെയ്യാനുള്ളൊരു ടൈം മാത്രമല്ല, ആ ഡെപ്ത്ത് അത് കൂടുതൽ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴേക്കും. കാരണം ഇപ്പോൾ നമ്മൾ ആഫ്റ്റർ കോളേജ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആ ഐഡിയ ഒന്ന് ബിൽഡ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണ്. പക്ഷേ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ടൈമിൽ നമ്മൾ മാക്സിമം റിസർച്ച് ചെയ്യും. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ഗെയിമിഫൈഡ് ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഞങ്ങൾ കൊണ്ടുവരാൻ നോക്കിയത്. എന്ന് വെച്ചാൽ ഗെയിം കളിച്ച്
കോഡിങ് പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് കാണുന്ന ഗെയിം പഠിച്ച കോഡിങ് അല്ലാണ്ട് കുറച്ചുകൂടെ ഗെയിമിഫിക്കേഷൻ ഞങ്ങൾക്ക് കുറേ ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിലും അതൊക്കെ ഞങ്ങൾക്ക് ഫെയിൽ ആയെങ്കിലും ഞങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ട് അത് ചെയ്യാൻ പറ്റും. റിസർച്ച് ചെയ്യാനുള്ള ഈ സ്റ്റാർട്ടപ്പ് 1.5 വർഷം ഞങ്ങൾ തുടങ്ങിയിട്ട് 1.5 to 2 വർഷമായി. അപ്പോൾ ഈ 1.5 to 2 വർഷം എവിടെ നിന്നാണ് കിട്ടിയത്? ഈ 1.5 to 2 വർഷം എന്ന് ഞങ്ങളുടെ കോളേജ് ടൈമാണ്. അപ്പോൾ ആ 1.5 വർഷം നമുക്ക് എന്തും എക്സ്പെരിമെൻറ്റ് ചെയ്യാം, എന്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതിനേക്കാൾ ഏറ്റവും ഉപരിയായിട്ടുള്ളൊരു കേസാണ് ഞങ്ങൾ പ്രത്യേകിച്ച് കുസാറ്റിൽ പഠിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാം, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ. കുസാറ്റിലാണ്, ഇനിയിപ്പോൾ ഏത് കോളേജിലായിക്കോട്ടെ, കുസാറ്റിൽ ഞങ്ങൾ പ്രത്യേകിച്ച് പറയും. കാരണം എന്ന് വെച്ചാൽ ഇഷ്ടം പോലുള്ള പല പല പേഴ്സണാലിറ്റിയുള്ള പല പല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പല ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ഷൻസ് നല്ലവണ്ണം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ കോളേജിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ വാടാ നമുക്കൊരു ഐഡിയ ഉണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ അതാകുമ്പോൾ എന്തല്ല ആ സമയത്ത് നമുക്ക് പൈസ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ചിന്തിക്കുന്ന ഡൗട്ടാണ്, നമുക്കൊരു ടീഷർട്ടിൻ്റെ ബിസിനസ് തുടങ്ങിയാലോ. എല്ലാവരും ലിറ്ററലി എല്ലാവരും ജനറലി നോക്കണ ഒരു സാധനം ചെയ്തു നോക്കാൻ പറ്റുന്നൊരു സമയം. ടീ ഷോപ്പ് ചെയ്തു നോക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആൾക്കാരെ പക്ഷേ എന്തല്ല ട്രൈ ചെയ്യാന്നുള്ളതാണ് ഇനി അവിടുത്തെ അവസ്ഥ. സംസാരത്തിൽ നിന്ന് മാറ്റാനുള്ള ഏറ്റവും ബെസ്റ്റ് സാധനം കുറച്ചായിട്ട് ചെറിയൊരു സാധനമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ നമ്മൾ പായസക്കട തുടങ്ങുമ്പോഴത്തേക്കും ആദ്യമേ പായസം ഭയങ്കര വലിയ സെറ്റപ്പായിട്ട് തുടങ്ങണതിന് വരെ ആൾക്കാർ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു സ്റ്റാൾ പോലെ ഇട്ട് കൊടുത്തു നോക്കും, ടെസ്റ്റ് ട്രയൽ അടിച്ച് നോക്കും. അത് മേടിക്കുമ്പോൾ ആൾക്കാർ കഴിക്കാൻ നോക്കും മാക്സിമം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് അത് എന്ത് ചെയ്യാം, അതൊരു ഭയങ്കര വലിയ സാധനമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുപോലെ നോക്കുക, ഏറ്റവും ഷോർട്ടായിട്ടുള്ള ചെറിയൊരു സാധനമായിട്ട് ടീ ഷോപ്പാണെങ്കിൽ പോലും ചെറിയൊരു ടീ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടായാലും സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചെറിയ എമൗണ്ടിനായാലും കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്ത് വലിയൊരു സാധനത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ കണക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഞാനൊരു ഫസ്റ്റ് ടൈം ഒരു ഓൺടർപ്രനർ ആവാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ലൈക്ക് ഇപ്പോൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യാം, അതായത് ഓരോ മീറ്റിങ്ങിൽ പോവുക, അപ്പോൾ അവിടെ സംസാരിക്കുക അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യാന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? അതിന് ആക്ച്വലി ഇപ്പോൾ ഫ്രിക്ഷൻ ഓവർകമ്മിങ്ങിന് മുന്നേ നമുക്ക് പറയാനുള്ളത് സോഷ്യൽ എക്സ്പോഷറാണ്. സോഷ്യൽ എക്സ്പോഷർ എന്ന് പറഞ്ഞപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഓൺടർപ്രണർ അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് ആയ ആൾക്കാർക്ക് ഭയങ്കര വലിയ ടൂൾ എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിൻ തന്നെയാണ്. ജോബ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല ലിങ്ക്ഡിൻ്റെ, നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലേണറാണ് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടർ ആണെന്നുള്ളൊരു പ്രൂഫാണ് നമ്മൾ ലിങ്ക്ഡിൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ തന്നെ ആയിക്കോട്ടെ, നമുക്കൊരു പോസ്റ്റും ഇല്ലെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങളിടും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആർട്ടിക്കിൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ഇവന്റ് അറ്റൻഡ് ചെയ്താൽ അത് പോസ്റ്റ് ചെയ്യും. സോ നമുക്ക് അവിടെ നിന്നാണ് നമ്മുടെ സോഷ്യൽ എക്സ്പോഷർ നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരാൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് നോക്കുമ്പോഴോ നമ്മളെ കാണുന്ന വ്യൂ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്തിലാണ് എക്സ്പോഷറായിട്ട്, എന്തിലാണ് നമ്മൾ എന്താ പറയുക കുറച്ചുകൂടെ സ്കില്ലായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ ഫ്രിക്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ ആക്ച്വലി ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളായിരുന്നു. എനിക്കങ്ങനെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ റിൻചാദിനെ കാണുമ്പോഴാണ് എനിക്കത് ഓരോ ആൾക്കാരുടെ ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഫീൽ ഫ്രീ ആയിട്ട് സംസാരിക്കാം, കുഴപ്പമില്ല, നമ്മുടെ ഐഡിയാസ് ഷെയർ ചെയ്യാം. ഇവണ്ടോ അത് അവർ നെഗറ്റീവ് ആണ് പറയണമെങ്കിലും നമുക്കത് പറയാം. അപ്പോൾ നമ്മുടെ ആ ഒരു ക്യൂരിയോസിറ്റി കാണുമ്പോൾ അവർക്കത് അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഓരോ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ സംസാരിച്ച് തുടങ്ങിയത് അല്ലേ. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഹഡിൽ ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം അതിന് പോയപ്പോഴത്തേക്കും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സിനേറിയോ തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ സ്റ്റക്കാവും, നമ്മൾ ആൾക്കാർ കാണുമ്പോൾ അവർ കോട്ടൊക്കെ ഇട്ട് നിൽക്കുമോ, നമ്മൾ പോയി സംസാരിച്ച് അവർ എന്തെങ്കിലും വിചാരിക്കുമോ, അല്ലെങ്കിൽ ഇത് നമ്മളൊരു ഐഡിയ ആണ്, എന്നാലും നമുക്ക് ആ ഐഡിയ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയ അവർ കേട്ട് കഴിയുമ്പോൾ അവർക്ക് നീന്തോ. പക്ഷേ ഞങ്ങൾക്കൊരു സീനിയർ ഉണ്ട്, പുള്ളിക്കാരൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ട് പോയി നേരെ പോയി കണക്ട് ചെയ്ത് ഇന്നതാണ് ഇങ്ങനെയാണ് സംഭവം, നിങ്ങൾ സംസാരിക്കും. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരാളെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ഒരാളില്ലെങ്കിൽ കൂടി ഞങ്ങൾ എപ്പോഴും ആൾക്കാരോട് പ്രിഫർ ചെയ്യണ ഒരു കാര്യം. അപ്പോൾ ഞങ്ങൾ ഫോഴ്സിന് പോയപ്പോൾ സെയിം ടെക്നിക്കാണ് യൂസ് ചെയ്തത്. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നേരെ കയറി സംസാരിക്കുക, അയാൾ എന്ത് നമ്മളെക്കുറിച്ച് ചെയ്താലും വിചാരിച്ചാലും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ചിലപ്പോൾ എനിക്ക് എന്താവും, ചിലപ്പോൾ എന്തെങ്കിലും അമളി പറ്റും, നോ പ്രോബ്ലം. പക്ഷേ അത് സ്റ്റാർട്ടപ്പ് സെയിം സിനേറിയോ, ഒന്നാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം തെറ്റിക്കോട്ടെ, പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം മുതൽ നിങ്ങൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കും. കാരണം ഞങ്ങൾ ആദ്യമേ പോയി വർത്താനം പറയുമ്പോൾ ഹലോ എന്നിട്ട് നമ്മളൊരിത് പരിങ്ങലൊക്കെ ആയിട്ട് എങ്ങനെയാണ് സ്റ്റാർട്ടപ്പൊക്കെയാണ് നമുക്ക് ഒത്തിരി സംസാരിക്കാമെന്ന് ഫീൽ ചെയ്യില്ല. പക്ഷേ പിന്നീട് ഞങ്ങളങ്ങ് ചെല്ലുമ്പോൾ
ഹലോ ഞങ്ങളിങ്ങനെ സ്റ്റാർട്ടപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അവർ ചോദിച്ചില്ലെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാ സാധനങ്ങൾ നെക്സ്റ്റ് ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ തന്നെ റീഫ്രെയിം ചെയ്യും, നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് ആ 2 minutes എങ്ങനെ നമുക്ക് അട്രാക്ഷൻ കിട്ടുക എന്നുള്ളത് നമ്മൾ പഠിക്കും. ഇപ്പോൾ ടിങ്കർ സ്പേസിൽ തന്നെ GHCൻ്റെ റോഡ് ഷോ ഇവൻ്റ് ഉണ്ടായിരുന്നു, അവിടെ ജിബു സാർ വന്നിട്ടുണ്ടായിരുന്നു മോസില്ലയുടെ അല്ലേ. പുള്ളീനെ കാണുമ്പോൾ അതേപോലെ തന്നെ അവൻ പറഞ്ഞ പോലെ കോട്ട് ഒക്കെ ഇട്ടിട്ട് നല്ല നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ ആദ്യം മടിയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്നാലും പോയി ഇൻട്രാക്ട് ചെയ്ത് പിന്നെ പുള്ളി ഭയങ്കര കാഷ്വലായിട്ട് നമുക്ക് ഐഡിയാസ് പറഞ്ഞു തരിക, റിയാലിറ്റി പറഞ്ഞു തരിക, നിങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നാൽ സൈറ്റ് അയച്ചുക എന്നുള്ള രീതിക്ക്. അപ്പോൾ ഒരു കണക്ഷൻ ഞങ്ങൾക്ക് അങ്ങനെ ബിൽഡ് ചെയ്യാം. ഞങ്ങൾ സ്റ്റാർട്ടപ്പിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെ ആൾക്കാരുടെ എന്താ പറയുക ഹെൽപ്പ് അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ഹെൽപ്പ് ഇങ്ങനെ കിട്ടുന്നത്. കാരണം ഞങ്ങൾക്കൊരു ജൂനിയർ ഉണ്ട്, പുള്ളിക്കാരൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എയർ ഇന്ത്യൻ്റെ CEO എന്ത് ചെയ്തു, ജസ്റ്റ് മെസ്സേജ് അയച്ചു എനിക്ക് ഇങ്ങനെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. പുള്ളിക്കാരൻ അത് CTO ഫോർവേഡ് ചെയ്തു, പുള്ളിക്കാരൻ ഇൻറ്റേൺഷിപ്പ് കിട്ടി. കാരണം അവൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും അത് ഫെയറി ടെയിൽ സ്റ്റോറി പോലെ ഫീൽ ചെയ്യും നമുക്ക്. ഇങ്ങനെ കൊടുത്തു നമുക്ക് പറയാൻ പറ്റില്ല ഏത് ചാൻസിൽ നമുക്ക് എന്തെങ്കിലും യൂസ് കിട്ടണേന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളന്ന് സ്റ്റക്കായി വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കന്ന് മറ്റേ മ്യൂലൻ്റെ ദിബു എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ സാറിനെ കണ്ടു, ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സാറിൻ്റേതായിട്ടുള്ള കുറച്ച് ഇൻപുട്സ് കിട്ടി. പിന്നീട് അതെന്താണെന്ന് വെച്ചാൽ ശരിക്കും ഞങ്ങളുടെ സ്റ്റാർട്ടപ്പിന് ഞങ്ങൾക്ക് ഹെൽപ്ഫുള്ളായത് കുറേ ആൾക്കാരോടുള്ള സംസാരങ്ങളാണ്. നമ്മൾ ചിലപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇവർ സംസാരിക്കും, ഇവരുടെ ഇടയിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഞങ്ങളൊക്കെ ചെയ്യാറുള്ള മെയിനായിട്ടുള്ളൊരു ട്രിക്ക് എന്ന് വെച്ചാൽ നോക്കി നിൽക്കും, ആളെ നോക്കി നിൽക്കും. സംസാരിച്ചോണ്ടിരിക്കും, നമ്മൾ സൈഡിൽ അവർ തന്നെ നോക്കി നിൽക്കും. അപ്പൊ ഇവർ പോവുകയും ചെയ്യും, അവർ നമ്മളോട് ഒബിയസ്ലി നമ്മളൊരാളെ നോക്കി നിൽക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, അയാളെ കണ്ണ് എന്തായാലും നമ്മുടെ തട്ടും, ഒരു ഇഷ്യൂ ഇല്ല. ഞങ്ങൾ നോക്കി ഇങ്ങനെ നിൽക്കും. നോക്കി നിൽക്കുമ്പോൾ ഒബ്വിയസ്ലി കുറച്ച് കഴിയുമ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ അയാൾ വന്ന് മിക്കവാറും നമ്മളെ നോക്കി ഒരു വർത്തമാനം പറയുന്ന ഒരു സിനാറിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി പിന്നെ നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് പറയാൻ പറ്റില്ല ഏത് ടോക്കാണ് നമുക്ക് ഹെൽപ്ഫുൾ ആകാൻ പോണേന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആരോട് വേണമെങ്കിൽ സംസാരിക്കും. ചിലപ്പോൾ നമുക്ക് ഫേവറിങ് ആയിട്ടുള്ള നല്ല നല്ല സംഭവങ്ങളുണ്ടാവും, ചിലപ്പോൾ ഫേവറിങ് അല്ലാത്ത, ഞങ്ങൾ ഹഡിലിന് പോയപ്പോഴത്തേക്കും നമുക്ക് ഫേവറിങ് അല്ലാത്ത ഇഷ്ടം പോലെ സിനാറിയോ ഉണ്ടായിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസമായപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരാന്ന് വിചാരിച്ചാൽ, രണ്ടാമത്തെ ദിവസം പോരാന്ന് വിചാരിച്ചാൽ ആ ഒരു സമയത്താണ് ശരിക്കും ആ സീനിയറിനെ നമ്മൾ കാണുന്നത്. പുള്ളിക്കാരനെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ സീനിയറിയോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ് നമുക്ക് കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോയി കണക്ട് ചെയ്ത്. ഇന്നാണെങ്കിലും ഞങ്ങൾ സ്റ്റാർട്ടപ്പിൽ ഇപ്പോൾ ഒരു ഇൻറ്റേൺ ഉണ്ട്, പുതിയൊരു ഇൻറ്റേൺ വരുവാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പരിചയപ്പെടുത്തി കൊടുക്കില്ല, ഇയാൾ ഇന്നാളെന്ന് പറഞ്ഞു കൊടുക്കില്ല. ഞങ്ങൾ പറയും സംസാരിച്ച് കഴിയുമ്പോൾ ശരി. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ അൺനോൺ ആയിട്ടുള്ള ഒരാളോട് നമ്മൾ സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വലിയ വലിയ ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർട്ടപ്പിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും രണ്ടുപേരെ പരിചയപ്പെടുത്തി കൊടുക്കില്ല, തന്നെ പരിചയപ്പെട്ടോ. അപ്പോൾ ഒബ്വിയസ്ലി അത് മാറേണ്ട ഒരു സാധനം, അത് ചെറുതായിട്ടുള്ള ഒരു പ്രശ്നമുള്ളൂ, ഇത് മാറിക്കഴിഞ്ഞാൽ ഫുൾ സെറ്റ് ആവും. അതേപോലെ തന്നെ ഇപ്പോൾ ഫ്രീലാൻസേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ അടുത്ത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഫ്രീലാൻസ് ചെയ്യുന്നുണ്ട്, അവരെ ക്ലയൻറ്റ് ഡീലിങ്ങും ഞങ്ങൾ അവരായിട്ട് തന്നെ ചെയ്ത് നോക്കി പ്രാക്ടീസ് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുക്കും എങ്ങനെ അവർ ക്ലയൻറ്റ് ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ, പക്ഷേ അവരെ തന്നെയാണ് എന്താ പറയുക ഡീൽ ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ ഒരു വലിയ ആൾ ചെറിയ ആളെന്നുള്ളൊരു ഇതുണ്ട്. കാരണം ആ ഒരു കോമ്പൗണ്ടിങ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻറ്റിൽ നിന്നും ഫ്രീലാൻസിങ്ങിൽ നിന്നും എല്ലാം വന്ന ഒരു കോമ്പൗണ്ടിങ് ഞങ്ങൾക്ക് ഇപ്പോഴും എഫക്റ്റീവാണ്. കാരണം ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വന്നു വിചാരിച്ചു, ആ ഇൻ്റർവ്യൂവറിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണോ അതേപോലെ തന്നെയാണ് നമ്മളൊരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ട. നമുക്കൊരു ക്ലയൻറ്റിനെ ഇങ്ങനെ സംസാരിച്ച് അയാൾ എങ്ങനെയൊക്കെ ഹെക്ടിക്കാണ്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അയാൾ എത്രയൊക്കെ നമ്മൾ ചീത്ത പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും, ക്ഷമിച്ച് കൂളായിട്ട് ആ സാധനം ചെയ്ത് കൊടുക്കുക. സിമിലർ സെറ്റപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂവിന് യൂസ് ചെയ്യുക. ഇൻ്റർവ്യൂവിന് സിമിലറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പറഞ്ഞ് നമ്മൾ കൺവീൻസ് ചെയ്യാൻ നമ്മൾ പഠിക്കും. ഞങ്ങൾ ഫ്രീലാൻസിങ്ങിന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങളൊരു വർക്ക് ചെയ്യാൻ വേണ്ടി ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ ചില കാര്യം വേണ്ട എനിക്ക് ആവശ്യമില്ല, അപ്പോൾ നമ്മൾ ഭയങ്കര ഡെസ്പാവും. ചില സമയത്ത് ഭയങ്കര കോൺഫിഡൻസിൽ ചില ഞങ്ങളിപ്പോൾ ഫ്രീലാൻസ് ചെയ്യുന്ന സ്റ്റുഡൻസ് പറയാറുണ്ട്, എന്നാലും അയാളത് എന്നാലും അയാൾക്ക് എടുക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ പറയും ഇതിങ്ങനെ സംഭവിക്കുള്ളൂ. ഇതേപോലെ തന്നെ ഇൻ്റർവ്യൂവറിന് ചില സമയത്ത് നമ്മളോട് എന്താവും, നമ്മളായിട്ടൊരു സിങ്ക് സെറ്റ് ആവില്ല, ആ സമയത്ത് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, നമ്മൾ സംസാരിച്ച് റെഡിയാവും. ഞങ്ങൾ ഏകദേശം ഒരു 20 വയസ്സ് മുതൽ ഒരു 10-60 വയസ്സുള്ള വരെയുള്ള ആൾക്കാരെ ക്ലയൻസായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ ഭയങ്കര റഫായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ, ചില ആൾക്കാർ വളരെ സ്മൂത്ത് ആയിരിക്കും. ആഫ്രിക്കയിൽ നിന്നൊക്കെ ക്ലയൻസ് ഉണ്ട്, പക്ഷെ അവരുടെ ഇംഗ്ലീഷ് തന്നെ നമുക്ക് മനസ്സിലാവാൻ നമ്മൾ കുറച്ച് സ്പീഡായി സംസാരിച്ചാൽ അവർക്ക് അപ്പോൾ അങ്ങനെ അപ്പൊ ചില പറയും നിങ്ങളെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കണം, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യരുത്,
നമ്മുടെ ഭാഗം എത്ര റൈറ്റ് ആയിക്കോട്ടെ നമ്മൾ റൈറ്റ് ആണെന്ന് നമ്മൾ നമ്മൾ പറയില്ല. സാർ താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞ് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്ത് ചെയ്യണം, അവർ സാറ്റിസ്ഫൈ ചെയ്ത് വെച്ചാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വർക്ക് തീരുള്ളൂ, പൈസ കിട്ടുള്ളൂ, കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതേ സിനാറിയോ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഞാൻ പറയില്ലേ, എല്ലാം കോമ്പൗണ്ടിങ്ങാണ്. ഫ്രീലാൻസിങ് ആയിക്കോട്ടെ, വർക്ക് ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും കോമ്പൗണ്ട് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ അവസാന പ്ലേസ്മെൻ്റ് ആണോ വേണ്ടേ, ഇതിന് കോമ്പൗണ്ട് ചെയ്യും. അല്ല, നിങ്ങൾക്കിപ്പോൾ സ്റ്റാർട്ടപ്പാണോ വേണ്ടേ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സംഭവമാണോ വേണ്ടേ, എല്ലാത്തിനും കോമ്പൗണ്ടിങ്ങാണ് നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, എക്സ്പോഷേഴ്സ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് പുട്ട് എ സ്റ്റാർട്ട്, തുടങ്ങുക. ഇപ്പം ലിങ്ക്ഡിനിലാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യുക, ആൾക്കാരായിട്ട് കണക്ഷൻ ചെയ്യാം, DM ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ എന്ത് ചെയ്യും, ഞാൻ മെസ്സേജ് അയക്കണോ, ഞാൻ നേരത്തെ പറഞ്ഞ സിനറി എയർ ഇന്ത്യയിലേക്കായാലും മെസ്സേജ് അയക്കണം എന്ന് ചിന്തിച്ച് ഇങ്ങനെ നിന്നായിരുന്നെങ്കിൽ കിട്ടൂല. നേരെ മെസ്സേജ് അയച്ചു, ചിലപ്പോൾ കിട്ടി. ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ CEOമാരും CTOമാരും ഒക്കെ വെയിറ്റ് ചെയ്യണ്ടാവും നിങ്ങളുടെ ആ മെസ്സേജിന് വേണ്ടി. പക്ഷെ നമ്മളെന്താ ചെയ്യണേ, നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് തൃശ്ശ എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചാണ് ഒരു പാടാണ്, ആലോചിക്കാൻ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യും. തൃശ്ശ ഭയങ്കരമായിട്ട് ചെയ്യണ ആളാണ്. രണ്ടും കൂടെ ഒരുമിച്ച് പോവില്ല. അപ്പം എന്ത് ചെയ്യും, ചില സമയത്ത് ഞാൻ തിങ്കിങ്ങിന് പ്രാധാന്യം കൊടുക്കേണ്ട സമയത്ത് അത് കൊടുക്കും. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം ഡൂയിങ്ങിലായിരിക്കും പ്രാധാന്യം വേണം. കാരണം അതാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞില്ലേ, ഇൻസ്റ്റാഗ്രാം കാണുന്ന മൈൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ചെയ്യണം. ആ ചെയ്ത ലിസ്റ്റ് വെട്ടുമ്പോഴേ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുള്ളൂ.